അർജന്റീന ലോകകപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടറിലെത്തിയിരിക്കുകയാണ്. സ്വിറ്റ്സർലൻഡിനെയാണ് ഇനി നേരിടാനുള്ളത്. ഈജിപ്തിനെതിരെ 2 ഗോളിന് പിന്നിട്ട് നിന്ന ശേഷമാണ് കളി തീരാൻ പോകുന്ന അവസാന 10-15 മിനിറ്റുകളിലാണ് അർജന്റീനയുടെ തിരിച്ചുവരവുണ്ടായത്. അവർ 3 ഗോൾ അടിച്ചത്, ഈജിപ്തിനെ തോൽപ്പിച്ചത്, ഒടുവിൽ ക്വാർട്ടറിലേക്ക് കടന്നത്. ആ വിജയം അർജന്റീന ടീം ആഘോഷിച്ചു സ്വാഭാവികമായും, അർജന്റീനയുടെ ആരാധകർ ആഘോഷിച്ചു സ്വാഭാവികമായും. പക്ഷെ അപ്പോഴും ആ വിജയത്തിന് ഒരു ഇത്തിരി തിളക്ക് കുറവില്ലേ? അർജന്റീനൻ ആരാധകർ കണ്ണടച്ച് സമ്മതിക്കില്ലായിരിക്കാം. പക്ഷെ ഒന്ന് ആലോചിച്ചാൽ മതി, സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകൾ ശ്രദ്ധിച്ചാൽ മതി. അർജന്റീന എന്ന് പറയുന്നത് ഫുട്ബോൾ എന്ന് പറയുന്ന വിനോദത്തിനോട് ചേർത്ത് വെക്കാവുന്ന പേരാണ്. ഫുട്ബോളിലെ ഭംഗിയുള്ള കളി കൊണ്ടും കിരീട നേട്ടങ്ങൾ കൊണ്ടും ഈ പറഞ്ഞ പോലെ ഒരുപാട് കളിക്കാർ വന്ന് കളിച്ച് ആരാധകരെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ടീമാണ് അർജന്റീന. ഈജിപ്ത് എന്ന് പറയുന്നത് ആഫ്രിക്കയുടെ ശക്തിയൊക്കെ ആണെങ്കിലും ഫുട്ബോളിൽ അർജന്റീന അത്രയ്ക്കൊന്നും വരാത്ത രാജ്യം. കാബോ വെർദേക്ക് നേരെ അധിക നേരത്തിലേക്ക് കളി നീണ്ട ശേഷമാണ്, നോക്കൌട്ടിൽ ആദ്യ റൗണ്ട് കടന്ന ശേഷമാണ് അർജന്റീന ഈജിപ്തിനെ പ്രീ ക്വാർട്ടറിൽ നേരിടാൻ എത്തിയത്. ആദ്യം 2 ഗോൾ അടിച്ച ഈജിപ്ത് അർജന്റീനയെ വിറപ്പിക്കുകയും ചെയ്തു. ഒരുപക്ഷെ ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അട്ടിമറി മത്സരമായിരിക്കും എന്ന് വിലയിരുത്തപ്പെടുന്ന സമയത്താണ് അർജന്റീനയുടെ തിരിച്ചുവരവുണ്ടായത്. പക്ഷേ ആ തിരിച്ചുവരവ് അത്ര ശോഭയുണ്ടായിരുന്നു എന്നതാണ് ഞാൻ ആദ്യം പറഞ്ഞ ചോദ്യം. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ ആ ശോഭ കെടുത്തുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നില്ലെങ്കിൽ സാമൂഹിക മാധ്യമങ്ങളിൽ ഇത്രയേറെ ചർച്ച ആ മത്സരം കഴിഞ്ഞ് മണിക്കൂറുകൾ പിന്നിട്ടും നടക്കില്ലായിരുന്നു. ഫിഫയ്ക്കെതിരെ ചോദ്യശരങ്ങൾ വരില്ലായിരുന്നു. ഇത് അർജന്റീന ഇഷ്ടമല്ലാത്ത ആളുകൾ നടത്തുന്നതല്ല, ഫുട്ബോൾ ഇഷ്ടമുള്ള ആരാധകർ ഉന്നയിക്കുന്ന ചോദ്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ആ വിജയത്തിൻ്റെ ശോഭ കെട്ടത്? ഈജിപ്തിൻ്റെ കോച്ച് പറയുന്നുണ്ട് മോശം റഫറിങ് കാരണമാണ്. ശരി, തോറ്റ അമ്പയോണ്ട് പറയുന്നതാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണോ? നമ്മളൊന്ന് മാറി നിന്ന് നോക്കാം. സീക്കോ നേടിയ 2ാമത്തെ ഗോൾ വാർ നോക്കിയിട്ടാണ് റഫറി പറയുന്നത് അത് ഗോളല്ലായിരുന്നു എന്ന്. അതിന് പറഞ്ഞ കാരണം ഗോളിലേക്ക് എത്തിച്ച നീക്കങ്ങളുടെ തുടക്കം ഒരു ഫൗളിൽ നിന്നായിരുന്നു എന്നാണ്. ദൃശ്യങ്ങൾ കാണുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക്, ഫുട്ബോൾ അറിയുന്ന ഒരാൾക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? ഈജിപ്ഷ്യൻ ബോക്സിൽ നിന്ന് അർജന്റീനയുടെ ഒരു നീക്കത്തിൽ നിന്നാണ് പന്ത് തട്ടിയെടുത്ത് വരുന്നത്. സലായും ഹസനും കൂടി ചേർക്കുന്ന അതിമനോഹരമായിരുന്ന ഒരു കൗണ്ടർ അറ്റാക്ക്. അവിടെ നിന്നാണ് സീക്കോ ആ ഗോൾ അടിക്കുന്നത്. അപ്പോഴാണ് റഫറി പോയി നോക്കിയിട്ട് പറയുന്നത് അത് ഫൗളായിരുന്നു, ഗോളാവില്ല എന്ന്. മിനിറ്റുകൾക്കകം സീക്കോ ഗോൾ അടിച്ചു. 2-0 അങ്ങനെയാണ് ഈജിപ്ത് എത്തുന്നത്. പക്ഷെ അപ്പോഴും ആ ഗോൾ വഴങ്ങിയിരുന്നെങ്കിൽ, ഈജിപ്തിൻ്റെ ഗോൾ നില 3-0 എന്നായിരുന്നെങ്കിൽ കളി ഇങ്ങനെ ആകുമോ അവസാനിക്കുമായിരുന്നത്? ആലോചിച്ച് നോക്കൂ. തീർന്നില്ല. ആ ഫൗള് കാരണമാണ്, ആ നീക്കത്തിൻ്റെ തുടക്കത്തിലുണ്ടായ ഫൗളാണ് ഗോള് വേണ്ട എന്ന് വയ്ക്കാൻ കാരണമായതെങ്കിൽ, അർജന്റീനയുടെ വിജയ ഗോളിന് തൊട്ട് മുന്നിലുള്ള നീക്കത്തിലും ഫൗൾ ഉണ്ടായിരുന്നു. അതെന്തേ റഫറി കണ്ടില്ല? പെനാൽറ്റി, മെസ്സിക്ക് ആദ്യം പെനാൽറ്റി അനുവദിച്ചല്ലോ. മെസ്സി പെനാൽറ്റി എടുക്കുകയും മിസ്സാവുകയും ചെയ്തല്ലോ. ഗോൾ തടുത്തിട്ടു. ആ പെനാൽറ്റി അനുവദിക്കാനുണ്ടായിരുന്ന മാത്രം ഗൗരവമുള്ളതായിരുന്നോ ആ ഫൗൾ? അങ്ങനെയാണ് ഗൗരവമുള്ളതായിരുന്നു ആ ഫൗളെങ്കിൽ പെനാൽറ്റി കൊടുക്കേണ്ടതായിരുന്നുവെങ്കിൽ സല പെനാൽറ്റി ബോക്സിൽ വീഴുമ്പോൾ പെനാൽറ്റി വേണ്ടേ? അത് നോക്കണ്ടേ? ഇനി അതല്ല, സംശയമുണ്ടെങ്കിൽ വാറുമായി പരിശോധിക്കണ്ടേ? എന്തേ ചെയ്തില്ല? തീർന്നില്ല. ഫൗള് മത്സരത്തിലുടനീളമായി 4 മഞ്ഞക്കാർഡുകളാണ് ഈജിപ്ഷ്യൻ താരങ്ങൾക്ക് കിട്ടിയത്. അർജന്റീനയ്ക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. അർജന്റീനക്കാർ ഈജിപ്ത് താരങ്ങളുടെ മുഖത്തിടിക്കുന്നതും വലിച്ചു താഴെയിടുന്നതുമായ ദൃശ്യങ്ങൾ ലൈവ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും കണ്ടതാണ്. റഫറി കണ്ടില്ല. അങ്ങനെയുണ്ട് ഒരു കാഴ്ച. ചിലർ കാണിക്കുന്ന ഫൗളുകൾ മാത്രം കാണുകയും ചിലർ കാണിക്കുന്ന ഫൗളുകൾ കാണാതിരിക്കുകയും ചെയ്യുന്ന ഒരു അത്ഭുത പ്രതിഭാസം ഉണ്ടാവുമോ റഫറിങ്ങിൽ? കാർഡുകൾ കാണിക്കുന്നതിൽ പ്രതിഷേധിച്ച ഈജിപ്ത് സംഘത്തിലുണ്ടായിരുന്ന ആൾക്ക് വരെ ചുവന്ന കാർഡ് കിട്ടി. നമ്മൾ കണ്ടതാണ് നമ്പർ 8 പ്ലെയറിൻ്റെ മുഖത്ത് ഇടിക്കുന്ന വിഷ്വൽസ്, സലായെ വലിച്ചു താഴ്ത്തിടുന്നത്, ഗോൾ കീപ്പർക്ക് നേരെ നടന്ന ഫൗള്. ഇതൊന്നും ആരും കണ്ടില്ല. ഇത്രയും കാരണങ്ങൾ ഉന്നയിച്ചിട്ടാണ് ഈജിപ്ത് സംഘം പറയുന്നത് ഈ മത്സരം ഞങ്ങളിൽ നിന്ന് തട്ടിയെടുത്തതാണെന്ന്. ഒരുപക്ഷെ ഇതൊന്നും നടന്നില്ലായിരുന്നു വയ്ക്കുക, ഈജിപ്ത് 3-0 മുന്നിട്ട് നിൽക്കുമായിരുന്നു എന്നും വയ്ക്കുക. അപ്പോഴും അത് മറികടന്ന് വരാനുള്ള ഫുട്ബോളിലെ മികവ് അല്ലെങ്കിൽ സ്കില്ലുള്ള ടീമാണ് അർജന്റീന. ഇന്നലെ എല്ലാ സബ്സ്റ്റിറ്റ്യൂഷൻ ഓപ്ഷൻസും സ്കാലോനി പരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇറങ്ങി വരുന്ന മാറിപ്പോകുന്ന ഓരോരുത്തർക്കും പകരം വരുന്ന ഓരോരുത്തരും ഗോൾ അടിക്കാൻ മിടുക്കന്മാരായിരുന്നു, നമ്മുടെ ഖത്തർ ലോകകപ്പ് പഠിച്ച ആൾക്കാരുൾപ്പെടെ. അപ്പോൾ അതിനകത്ത് വരുന്ന ആ ഗോളിൽ വരുന്ന പിഴവ് കാണാതിരിക്കാൻ അർജന്റീന ജയിച്ചു എന്ന് തന്നെ. ദ ഗ്രേറ്റ് കം ബാക്ക് എന്ന് ഉറപ്പായും നിശ്ചയമായും വിളിക്കാവുന്ന ഒരു കളിയായിരുന്നു അർജന്റീനയുടെ ഇന്നലെ. അവരവസാനം 3 ഗോൾ അടിച്ചത് അവിശ്വസനീയമാണ്. അതിന് അസിസ്റ്റ് ചെയ്ത മെസ്സിയുടെ സംഭാവന ഗംഭീരമാണ്. ഇതിലൊന്നും ആർക്കും സംശയമില്ല.
അവരുടെ അർജന്റീന ജയിക്കാൻ വേണ്ടി കളിച്ച അവസാന നിമിഷം ഇത്രയും പിന്നിട്ട് നിൽക്കുമ്പോഴും നമ്മുടെ സുഡാനി സിനിമയിൽ പറയുന്ന പോലെ അവസാന നിമിഷവും സമനിലയ്ക്ക് വേണ്ടി പോരാടാനുള്ളൊരു മനസ്സുണ്ടല്ലോ, ആ മനസ്സ് അർജന്റീനയ്ക്കുണ്ട്. അവർക്കത് ജനിതകമായി കിട്ടിയതാണ്. അതുകൊണ്ട് ആ ടീം കളിക്കാനും ജയിക്കാനും സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഇത്രയേറെ പിഴവുകളിൽ നിന്ന് വേണമായിരുന്നോ ആ ജയം എന്നതാണ് ചോദ്യം. ഫുട്ബോൾ ഒരു ബ്യൂട്ടിഫുൾ ഗെയിമാണ്. അത് വികാരപരമായാണ് കാണുക. ഒരു ഗോളാകുമ്പോൾ അല്ലെങ്കിൽ ഗോളെന്ന് ഉറപ്പിച്ച ഒരു ഷോട്ട് പുറത്തേക്ക് പോകുമ്പോൾ അത് കളിക്കാരിൽ മാത്രമല്ല മൈതാനമാകെ അലയടിക്കുന്നൊരു വികാരമായി മാറും. സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും. അങ്ങനെയുള്ളൊരു ഗെയിമിൽ ഫെയർ പ്ലേ എന്ന് പറയുന്നത് ഫിഫ ടൂർണമെൻറ്റ് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ടീമിന് കൊടുക്കേണ്ട അവാർഡല്ല, അത് ഫിഫ പാലിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് റെഫറിങ്ങിനെതിരെ ഇത്രയേറെ ആക്ഷേപങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വന്നത്? ഫിഫയുടെ നിലപാടുകളിൽ വിമർശനം വന്നത് എന്തുകൊണ്ടാണ്? അത്തരം വിമർശനങ്ങൾക്കൊന്നും കൃത്യമായ മറുപടി ഇല്ലാത്തത്. ഫുട്ബോൾ ഈ പറഞ്ഞ മാതിരി മനുഷ്യരെ രസിപ്പിക്കുന്ന, മനുഷ്യരെ ഒന്നാക്കുന്ന ഒരു വികാരപരമായ കളിയാണ്. അതിൽ ജയപരാജയങ്ങൾ വരും, ചിലർ വരും. അപ്പോഴും ചരിത്രപരമായ ഒരു നേട്ടത്തിനരികിൽ നിന്ന് അത് തട്ടിപ്പറിച്ചെടുത്തു എന്ന വിചാരവുമായിട്ടോ സങ്കടവുമായിട്ടോ അമർഷമായിട്ടോ പ്രതിഷേധവുമായിട്ടോ ആയിരുന്നില്ല ഈജിപ്ത് മടങ്ങേണ്ടിയിരുന്നത്. ഈജിപ്തിനെതിരെ കിട്ടിയ ഒരു തിരിച്ചുവരവ് ജയത്തിൻ്റെ മീതിൽ ഇത്രയേറെ സംശയങ്ങളുടെയും ആക്ഷേപങ്ങളുടെയും കരുനിഴൽ അർജന്റീനയും അർഹിക്കുന്നില്ല. അതുകൊണ്ട് ചോദ്യങ്ങൾ ബാക്കിയാക്കിയാവരുത്. കയ്യടികളും അല്ലെങ്കിൽ തോറ്റ ടീമുകൾക്ക് കയ്യടി ഉണ്ടാവില്ല, നിരാശയുണ്ടാവും. അപ്പോൾ പോലും ആ നിരാശ പോരാടി വീണവൻ്റെ നിരാശ. നമ്മുടെ കാബോ വെറുതെ ടീം മടങ്ങിയത് കണ്ടില്ലേ? പോരാടി വീണുപോയി എന്ന് മടങ്ങാൻ തോറ്റവർക്കാർക്കും വിഷമമുണ്ടാകില്ല. അടുത്ത മൈതാനത്തേക്ക് തിരിച്ചു വരാനുള്ള ഊർജവുമായിട്ടാണ് അവർ മടങ്ങുക. പക്ഷേ തട്ടിയെടുത്തു വിജയം എന്ന തോന്നലുമായി മടങ്ങുന്ന ടീമിന് മുറിവ് അത് മുറിവാണ്. അതിൽ നിന്ന് വരുന്നത് ഓരോ കളിക്കാരൻ്റെയും വേദനയാണ്. ആ വേദനയ്ക്കുള്ള ഉത്തരമാണ് ഫിഫ പറയേണ്ടത്. ആ വേദനയിൽ കൊണ്ട് നിറം മങ്ങിയൊരു വിജയം അർജന്റീനയും അർഹിക്കുന്നില്ല. അവരോടും അത് നീതികേടാണ് കാണിച്ചത്. അതുകൊണ്ട് റഫറിങ്ങിലെ പിഴവുകൾ ആവർത്തിക്കാതിരിക്കുന്ന മത്സരമാകട്ടെ ക്വാർട്ടർ മുതലെങ്കിലും എന്ന് നമുക്ക് ആശ്വസിക്കാം. Subscribe to One India and never miss an update.